ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ബൊഗൻവില്ല തന്നെയാണ്. അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാനും ചെടികളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നു. പിന്നെ ചിലരുടെ കമൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ചെടികളൊന്നും പോട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പോൾ നമ്മളെ സക്കുറയും ഫ്ലെയിം റെഡും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ പോട്ട് തന്നെ നമ്മൾ വെച്ചതായിരുന്നല്ലോ. നമ്മൾ മാറ്റി നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ചെറിയ കുഞ്ഞു പോട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റി നടാമെന്ന് കരുതി. റിപ്പോർട്ടിങ് കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും കാണിക്കാമെന്ന് കരുതി. നമ്മളെ കയ്യിൽ ഇപ്പോൾ 2 അവൈലബിൾ ആയിട്ടുള്ള ചട്ടികളാണുള്ളത്. ഒന്ന് തൽക്കാലം നമ്മൾ പഴയ ചെടി ഒഴിവാക്കിയിട്ട് അതെടുത്തതാണ്. ഇത് നമ്മുടെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി മുകളിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. മറ്റേത് ഇതാണ് അതിലേക്ക് നടാനുള്ളത്. അവർ ജസ്റ്റ് നമുക്ക് ചെറിയൊരു ചട്ടിയിലേക്ക്, വലിയ ചട്ടിയിൽ നിന്ന് മാറ്റി ചെറിയ ചട്ടിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് അയച്ചതായിരുന്നു. അന്ന് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ കല്ലുകളൊക്കെ നമ്മൾ വെച്ചതാണ് കേട്ടോ, അവർ വെച്ചതൊന്നുമല്ല. അതാണ് സെക്കൂറിൻ്റെ ചെറിയ കുഞ്ഞ് പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് കിട്ടിയതേപോലെ തന്നെയാണ്. നമ്മൾ ചെറുതായിട്ട് ചാണകത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇത്. അതിനോട് കുറച്ചും കൂടി എളുപ്പമുള്ള ചെറിയൊരു ചട്ടിയാണ് നോർമലി ചട്ടി. അതിനോട് കുറച്ച് ഡിഫറെൻ്റ് ഉള്ള ചട്ടിയാണിത്. അപ്പോൾ നമ്മൾ ഹോൾസുകളൊക്കെ കല്ല് വെച്ച് കണ്ട് തൽക്കാലം അടച്ചിട്ടുണ്ട്. ഇത് നമ്മളെ തൊടുഭാഗത്തൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു പൂവിൽ നിറഞ്ഞൊരു മിക്സായൊരു മണ്ണും ഇലകളും എല്ലാം കൂടി ഉള്ളൊരു സംഭവമാണ്. അത് നമ്മൾ അടിയിലിട്ടു എന്നുള്ളൂ. ജസ്റ്റ് അടിയിൽ കുറച്ചിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ വെള്ളങ്ങളൊക്കെ കെട്ടി കഥ പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ള ഇതാണത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ജസ്റ്റ് ഇത് മണ്ണൊന്നും ഇളക്കാതാണ് നമ്മൾ എടുത്ത് അതുപോലെ പോട്ട് ചെയ്യണത്. ചെറിയ ഒരു മാറ്റം വരുത്തണില്ല. മണ്ണ് ഇളക്കാനേ പാടില്ല. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കത്തി വെച്ച് നമ്മൾ വിരലുകൾ ഇതുപോലെ പിടിച്ചിട്ടാണ് ചെടീൻ്റെ ഇടയിൽ ഇതുപോലെ പിടിച്ചിട്ട് ഈ ചെടിച്ചട്ടിൻ്റെ വക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മതിലിലോ നിലത്തോ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിടിക്കണം. കാരണം എന്താ വെച്ചാൽ മണ്ണ് നന്നായിട്ടാണ് പെട്ടെന്നൊന്ന് ഇളകി നിലത്തേക്ക് വീയരുത് എന്ന് കരുതിയിട്ടാണ്. ഈ ചെടിയുടെ വക്ക് നോക്കി നമ്മൾ മതിലിലോ ചെടിച്ചട്ടിയുടെ ഈ ഒരു തലഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മതിലിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ നമ്മൾ തൽക്കാലം മതിലിലാണ് തട്ടിയിട്ട് നമ്മൾ മെല്ലെ അങ്ങ് ഇളക്കിയാണ്ട് എടുക്കലാണ് പരിപാടി. അതിപ്പോൾ ഈ ചെറിയ ചട്ടിയിലേക്കാണ്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ കവത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. എന്താണ് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ. അതുകൊണ്ട് വേരുകളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മണ്ണായി തന്നെ നിന്നിട്ടുണ്ട്. ഇതിൽ നനവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മണ്ണായി തന്നെ നിന്നത്. നമ്മൾ നനവില്ലാഞ്ഞാൽ എന്തായിരുന്നു അതുപോലെ കറക്റ്റിന് കിട്ടും. ഇതിൽ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം റെഡിൽ നമ്മൾ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അതാണ് സക്കൂറ ചെറിയൊരു വെള്ളം നനവുണ്ടായിരുന്നു. നമ്മൾ സൺഡ്രിക്കനാണ് വെച്ചിട്ടുണ്ട്. സൺഡ്രിക്ക് നല്ല കറക്റ്റ് സൺഡ്രിക്ക് വെച്ചിട്ട് നമ്മളതിൻ്റെ 2 സൈഡിൽ നല്ല ക്യാപ്പുണ്ട്. ഫുൾ സൈഡിൽ നല്ല ക്യാപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്പിലൊക്കെ നമ്മളാണ് മണ്ണ് ഇടണത്. ഇപ്പോൾ ഉള്ളൂ തൽക്കാലം. ഫുള്ളായിട്ട് നിറക്കണമില്ല. കാരണം എന്താണ് ആ ചട്ടി ഉണ്ടായിരുന്നത്. ചട്ടി നമുക്ക് ഇനി ജസ്റ്റ് അടീനിയങ്ങളൊക്കെ നട്ട് വെക്കാം എന്ന് കരുതുന്നു. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചതുകൊണ്ട് നമ്മൾ ചെയ്താണ്. ഫ്ലെയിം റെഡ് കണ്ടില്ല, വാടിപ്പോയിട്ടുണ്ട്. അതിൽ വെള്ളമില്ലാഞ്ഞിട്ടാണ്, തീരെ വെള്ളമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോട്ട് മാറ്റുമ്പോൾ മണ്ണൊന്നും നമ്മൾ ഇളക്കി ഒഴിവാക്കുക. ഒരു തുള്ളി മണ്ണ് നമ്മൾ ഇതിന് ഇളക്കി ഒഴിവാക്കണില്ല. കാരണം അത്രയ്ക്ക് ഇത് ഹെൽത്തി ആയിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടല്ലോ. ഇതാണ് മറ്റേതാണ് ഫ്ലെയിം റെഡ്. നമ്മളതുപോലെ കിട്ടിയില്ല. ചട്ടിയുടെ അതേ കറക്റ്റിന് വന്നിട്ടുണ്ടാകേണ്ട വേര് റൂട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ കറക്റ്റ് ചട്ടി എങ്ങനെ ഇരിക്കണം അതുപോലെ കിട്ടിയിട്ടുണ്ട്. അത് നേരെ നമ്മൾ ഈ ചെടിച്ചട്ടിയിലേക്ക് വെക്കണമെന്നേ ഉള്ളൂ. അടിയിൽ കുറച്ച് വെച്ചിലുള്ളത്. ഇതിന്മേൽ നിന്ന് നമ്മളൊരു തുള്ളി മണ്ണ് പോലും ഇളക്കി ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ വെക്കൽ കുറച്ച് സ്പീഡായി, അതുകൊണ്ട് ചിരിഞ്ഞു പോയതാണ്. ഇതിൽ വേരുകളൊന്നും ഇളകാതെ നമ്മൾ 2 ദിവസം മുമ്പേ നനക്കാതെ വെക്കണം കേട്ടോ. നമ്മൾ ചട്ടി പോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതേ മണ്ണ് നമ്മൾ ഇളക്കാതെ കുറച്ച് പഴക്കമുള്ള ചെടിയാണൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഇളക്കാൻ പറ്റിച്ചിട്ടൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഉണ്ടില്ല, ഇലകളൊക്കെ നല്ല വാടിപ്പോയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഹെൽത്തി ആയിട്ട് വേണം. നമ്മളിതിൻ്റെ സൈഡിലേക്കൊക്കെ നല്ല ചുവപ്പ് മണ്ണാണ്. ഇതിൽ കുറച്ച് മണ്ണുള്ളെങ്കിൽ നമ്മൾ തൽക്കാലത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ചുവപ്പ് മണ്ണെടുത്താണ് ഇതിൻ്റെ 2ൻ്റെയും 4 സൈഡ് കൊട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. ചുവപ്പ് മണ്ണ് അതാണ് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ല വെള്ളം ഒഴിച്ചിട്ടാണ്ട് അടിയിൽ കൂടി പോകുന്നത് വരെ വെള്ളം ഒഴിക്കണം. ഇനി 2 ദിവസത്തിന് നനക്കും ചെയ്യരുതേ.
ഒന്നും വരില്ല എന്ന പ്രതീക്ഷയോടാണ്. കാരണം അത്ര നമ്മൾ മണ്ണും വേരൊന്നും ഇളക്കിയിട്ടില്ലല്ലോ. വേരൊന്നും ഇളക്കരുത്, ഇളക്കിയാൽ ചിലപ്പോൾ ചെടി പോകാൻ സാധ്യത ഉണ്ട്. നമ്മളെ കയ്യിൽ അത്രയും വർഷങ്ങൾ പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ചെടി അതുപോലെ നിൽക്കുള്ളൂ. ഉണ്ട് നല്ല വെള്ളം ഒഴിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് വെള്ളം ഫുള്ള് താഴ്ന്നു പോയാലാണ് നമ്മൾ വീഡിയോ എടുത്തത്. എന്നിട്ട് തണലുള്ള ഒരു ഏരിയയിലേക്ക് വെച്ചു എന്നുള്ളൂ. ഇത് നമ്മളെ ഗോൾഡൻ സൺഷൈനാണ്. നല്ല വലിയ ഫ്ലവറാട്ടോ അതിൻ്റെ. നമ്മളെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയിൽ കുഞ്ഞ് ഫ്ലവർ വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ നിറമുള്ള ആണത്. അടിപൊളിയല്ലേ? നമ്മുടെ ചെടികളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. റൂബി റെഡാണ് നേരത്തെ കാണിച്ചത്, ബീട്രൂട്ടിൻ്റെ പറഞ്ഞത്. ഇത് നമ്മളെ ചില്ലി ഐസ്ക്രീമാണ്. ഇത് നമ്മളെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.